ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച് മുരിങ്ങയ്ക്കൊക്കെ ചേർത്ത് നല്ലൊരു നാടൻ മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഒരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഉലുവയുടെ നിറം ഒന്ന് മാറണം, ചെറിയൊരു ബ്രൗൺ കളറാകണം. ഇപ്പോൾ ഈ ഉലുവയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ 10 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത്. ഈ ചെറിയ ഉള്ളി 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. ഇതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് ഞാൻ 1/4 കപ്പ് എടുത്തേക്കുന്നത്. ഇനി ഈ തേങ്ങയും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറക്കണം. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത തേങ്ങ എടുക്കാൻ നോക്കണം. വിളയാത്ത തേങ്ങയൊക്കെ എടുത്താൽ അരപ്പ് ശരിയാവത്തില്ല. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കണം ഈ സമയത്തൊക്കെ. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. തേങ്ങ ഒരുപോലെ തിരുമിയിട്ട് വേണം ഇതുപോലെ മൂപ്പിച്ചെടുക്കാൻ. ഇത് വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ തിരുമ്മി കഴിഞ്ഞിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വറുത്തെടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ ഒരുപോലെ മൂത്ത് കിട്ടും. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റോടൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ചെറിയൊരു ചൂടുള്ളപ്പോൾ അരയ്ക്കാമെങ്കിൽ നല്ലതായിട്ട് അരഞ്ഞു കിട്ടും. ഇനി നമുക്കിന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളമയോ ഒന്നും കാണരുത്. ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മൺചട്ടിയിലോട്ട് ചെറിയ ഉള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം സൈസിലെ 6 ചെറിയ ഉള്ളി ഒന്നും ചതച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, നല്ലതായിട്ട് കഴുകിയ കുടംപുളി 2 പീസ്, അത്യാവശ്യം വലിപ്പമുള്ള 2 പീസ്. അതായത് പുളി അനുസരിച്ച് ഇട്ട് കൊടുക്കാം. അത് 3-4 കീറിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിക്കാം. നല്ല അട്ടന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ചൂടുവെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 1/4 കപ്പും കൂടെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കി ചേർത്ത് കൊടുക്കാം പുളിക്കനുസരിച്ച്. ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 300 ഗ്രാം മീൻ എടുത്തേക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷം 300 ഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിലോട്ട് ചേർക്കാം. പിന്നെ 3 പച്ചമുളകും ചെറിയൊരു തക്കാളി പുളിയില്ലാത്ത സൈസ് തക്കാളി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് കറിവേപ്പില ഒന്ന് താത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിനേക്കാട്ടിലൊക്കെ ഇച്ചിരിയൊക്കെ ഒന്ന് കുറച്ച് വെക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതിപ്പോൾ മീനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു മീൻ കറി ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.